ഇനി ഇടുക്കി വണ്ടിപ്പെരിയാറിലേക്ക് പോകുമ്പോൾ ഗ്രാംപിയിലെ ജനവാസ മേഖലയിലെത്തിയ കടുവയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വനം വകുപ്പ്. കാലിനേറ്റ പരിക്കിനെ തുടർന്ന് അവശനിലയിലായ കടുവയെ ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. വെറ്ററിനറി ഡോക്ടർമാരുമായി കൂടിയാലോചന നടത്തിയ ശേഷം കടുവയെ മയക്കുവെടിവെക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. വെട്ടിക്കുഴി ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിനുള്ളിൽ കടുവ അകപ്പെടുമെന്ന കണക്കുകൂട്ടലിലാണ് വനം വകുപ്പ്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഈ കൂട്ടിനുള്ളിൽ അകപ്പെടുകയാണെങ്കിൽ മയക്കുവെടി വെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ ഇത് കൂട്ടിനുള്ളിൽ കുടുങ്ങുമോ എന്നുള്ള കാര്യമാണ് വനം വകുപ്പ് നോക്കുന്നത്, അല്ലേ? ജിൽസി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം കടുവയുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ വനംവകുപ്പിന് കഴിയില്ല. കാരണം അത് അപകടമുണ്ടാക്കിയേക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ വനംവകുപ്പിനുണ്ട്. പക്ഷേ അതിന്റെ സാധ്യതകൾ വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായും ഈ കടുവയെ പിടികൂടാൻ വേണ്ടി വെടിക്കുഴി ഡിവിഷനിലാണ് ഈ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കൂട് സ്ഥാപിച്ചതിൽ നിന്ന് 300 മീറ്റർ മാറി അതിന്റെ എതിർഭാഗത്തായിട്ടാണ് നിലവിൽ കടുവയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന് സമീപത്തായി താഴെ ചതുപ്പുള്ള പ്രദേശമാണ്. ഈ ചതുപ്പ് നിലത്തിൽ അങ്ങോട്ടേക്ക് മാറിയാണ് ഇപ്പോൾ കടുവയെ കണ്ടത്. ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വനംവകുപ്പ് നടത്തിയിരുന്നു. ഈ കടുവയെ കണ്ടതായി നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഈ ഭാഗത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയത്. പ്രത്യേക സംഘമായി തിരിഞ്ഞും ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തിയ പരിശോധനയിലാണ് കടുവ ഇങ്ങോട്ട് മാറിക്കിടക്കുന്നതായി കണ്ടിട്ടുള്ളത്. പക്ഷേ അധിക ദൂരം സഞ്ചരിക്കുന്നില്ല. കാരണം കടുവയ്ക്ക് അധിക ദൂരം സഞ്ചരിക്കാനാകാത്തതുകൊണ്ട് അതിന് ചുറ്റുപറ്റി ഒരു 20 മീറ്റർ ചുറ്റളവിലൊക്കെ ആയിട്ട് ആ ഭാഗത്തായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അധിക ദൂരത്തേക്ക് മാറാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മയക്കുവെടി വെക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് നീങ്ങാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ ആരോഗ്യസ്ഥിതി അടക്കം കടുവയുടെ പരിശോധിച്ച് മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം. എന്തായാലും ഈ കടുവയെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രദേശത്ത് താമസിക്കുന്ന ആൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ കടുവ ഇങ്ങോട്ട് മാറിയെന്നാണ് പറയുന്നത്? അങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ വീട് ഈ പള്ളിയുടെ അടുത്തായിട്ടാണ്. അതിൻ്റെ അപ്പുറം എല്ലാം കാട് പിടിച്ച് കിടക്കുക. ഇന്ന് ഇവിടെ എടുക്കേണ്ട പണി ഇന്ന് കാട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കിടക്കുന്ന കാരണം കൊണ്ട് ഇവിടെ നിന്ന് പണി ചെയ്യേണ്ട, വേറെ സ്ഥലത്ത് പോയി പണിയാൻ പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പമ്പ് സെറ്റ് കൊണ്ട് ഈ സ്ഥലത്ത് ഇരുന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം കിട്ടുന്നത്. അന്നേരം ഇവിടെ ഒറ്റയ്ക്കാണ് പുള്ളി വന്ന് വെള്ളമൊക്കെ തുറന്നു വിടുന്നത്. അന്നേരം അതിൻ്റെ അടുത്തായിട്ടാണ് കിടക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ കണ്ടില്ല. ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി അവിടെ പോയി ഇരിക്കുക. മുമ്പ് ഇവിടെ കടുവ വന്നിട്ടുണ്ട്? മുമ്പേ വന്നിട്ടുണ്ട്. ദാണ്ട് ആ ഇറക്കത്ത് ഒരു പശുവിനെ അടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5-6 പശുവിനൊക്കെ അടിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇത് കൂടോ ഏതെങ്കിലും വെച്ച് ഒന്ന് പിടിച്ച് മാറ്റുവാണെങ്കിൽ കൊച്ചു പിള്ളേരുണ്ട്. അത് കാരണം കൊണ്ട് മൊത്തം ലൈൻസാണ്. ഇതിങ്ങനെ കാണുന്ന മൊത്തം ലൈൻസാണ്. ഇത് പമ്പ് സെറ്റ് കൊച്ചു പിള്ളേർ അംഗൻവാടിക്കൊക്കെ പോകാനായിട്ട് പിള്ളേർ പോകുന്ന പേടിച്ച് വല്ലതും ഇതായെങ്കിൽ. അത് കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും വനവകുപ്പ് ഇത് പിടിച്ച് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. തീർച്ചയായും ജിൽസി, എന്തായാലും ഈ ആശങ്ക ഇപ്പോഴും നാട്ടുകാരുടെ ഉള്ളിലുണ്ട്. കാരണം ഈ കടുവ അവശ നിലയിലാണ്. അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കടുവ കാണിക്കുകയും ചെയ്യും. എന്തായാലും ഏതെങ്കിലും വിധേയന ഈ കടുവയെ കണ്ടെത്തി ആവശ്യമായ ചികിത്സ നൽകണം. അത് ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ് വനം വകുപ്പിന്. ഒപ്പം തന്നെ ജനങ്ങളുടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും വേണം. ഈ കൂട് നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി ഇപ്പോൾ കടുവയെ കണ്ട സ്ഥലത്തേക്ക് ആ ഭാഗത്തേക്കൊന്ന് മാറ്റി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും വനം വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ ഇപ്പോൾ വെറ്ററിനറി ഡോക്ടർമാരെ സ്ഥലത്തെത്തിച്ച പരിശോധന നടത്തി ഇതിന്റെ ആരോഗ്യസ്ഥിതി അടക്കം മനസ്സിലാക്കിയ ശേഷം മയക്കുവെടി വെക്കാനാകുമോ എന്നുള്ളൊരു സാധ്യത കൂടി വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ എരുമേലി റേഞ്ച് ഓഫീസർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ തന്നെ കോട്ടയം DFO ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് കടുവയെ ആരോഗ്യസ്ഥിതി മോശമാണ്, ആ ഭാഗത്തേക്ക് ആളുകളോട് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. പ്രത്യേക സംഘം, വനംവകുപ്പിന്റെ പ്രത്യേക സംഘം കടുവയെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മയക്കുവെടി വെക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ കടുവ ഉള്ളത്. എന്തായാലും എത്രയും വേഗം തന്നെ കടുവയെ കൂട്ടിലേക്ക് ആക്കാൻ ആകുമോ എന്നുള്ള ആ ഒരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. ജിൽസി.